അപ്പോൾ അതാ ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ നാട് ഗൈസ്. ഇതാ ആ കാണുന്ന വണ്ടികളെല്ലാം ഞാൻ വാങ്ങിച്ചത്. ആ ബൈക്ക്, ഇതാ ഈ ബൈക്ക്, ഇതാ അവിടെ കാണുന്ന താറ്, ഇതാ അവിടെ കാറ്, ഇതൊക്കെ വാങ്ങിക്കൊടുത്തത് ഗൈസ്. ഞാൻ റിച്ച് ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്, ഇത്രയും വണ്ടിയൊക്കെ ഉണ്ട്, ഇച്ചിരി വണ്ടി വാങ്ങിക്കൂടെ? എനിക്കൊരു വണ്ടി പോലും ഇല്ല ഗൈസ്. എനിക്കാകെ ഒരു സൈക്കിളുണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് ഞാൻ താഴത്ത് നിർത്തിയിട്ടൊക്കെയാണ്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അയ്യോ, എൻ്റെ തല അടിച്ചു വീട് ഗൈസ്, കുഴപ്പമില്ല. ഏതായാലും ഞാൻ എൻ്റെ വണ്ടി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വണ്ടി ഗൈസ്, എനിക്ക് ആകെയുള്ളൊരു വണ്ടി ഇതാണ്. ഏതായാലും വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് പുറത്തേക്കൊന്ന് കറങ്ങാൻ പോവാം, അതാണ് നല്ലത്. ഏതായാലും എൻ്റെ സൈക്കിളോട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇങ്ങനൊരു KTM എനിക്ക് വാങ്ങണമെന്നുണ്ട്. ഏതായാലും അധ്വാനിച്ച് പൈസ ഇട്ടാക്കിയിട്ട് ഗൈസ് ഇങ്ങനെ ഒന്ന് വാങ്ങണം. വീട്ടിൽ നിന്ന് ബോറടിച്ച് തുടങ്ങിയാലോ? ഏതായാലും പുറത്തേക്കൊന്ന് പോവാം. പുറത്ത് നമ്മുടെ സിറ്റി ഒന്ന് കറങ്ങാൻ പോവാം, അതാണ് നല്ലത്. അല്ല വീട്ടിൽ വെറുതെ കുത്തിന്നിട്ട് കാര്യമല്ല. ഇതിപ്പോൾ ഏത് വണ്ടി എടുക്കും ഗൈസ്? നമുക്ക് ബൈക്ക് എടുക്കണോ, കാർ എടുക്കണോ? റോൾസ് റോയ്സോ അതോ നമ്മുടെ നിഞ്ച R15 ട്യൂക്കോ? നമുക്ക് ഏതായാലും നമ്മുടെ നിഞ്ച എടുത്ത് പോവാം. ഒന്ന് പുറത്തേക്കൊന്ന് പോയി പട്ടിഷ കാട്ടിയിട്ട് വരാം, അതാണല്ലേ നല്ലത്. ഒന്ന് ലുക്കായി ഒന്ന് എല്ലാവരും മുന്നേ ഒന്ന് മെയിനായിട്ട് വരാം, അതാണ് നമ്മളൊരു ജോബ് ഗൈസ്. വേറെ പണിയൊന്നുമില്ലല്ലോ. ഏതായാലും നമുക്ക് പറപ്പിച്ച് വിടാം, ഒന്നും നോക്കണ്ട, പറപ്പിച്ചാൻ പോവുക. നമ്മുടെ നിഞ്ചൻ്റെ സ്പീഡ് ആർക്കും അറിയില്ല. ഏതായാലും നമ്മുടെ നിഞ്ചയുടെ സ്പീഡ് നോക്കുക ഗൈസ്. എജ്ജാതി സ്പീഡാണ്. മമ്മി എനിക്കൊരു വണ്ടി വാങ്ങിത്തരും, സ്കൂട്ടിയോ എന്തിനും ഒരു വണ്ടി വാങ്ങിത്തരും. എനിക്ക് ഈ സൈക്കിൾ കൊണ്ട് ചുറ്റിക്കറങ്ങി മടുത്തു. സ്കൂളിലേക്കൊക്കെ ഈ സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ എനിക്ക് ആകെ നാണക്കലാണ്. എനിക്ക് എങ്ങനെയൊരു വണ്ടി എങ്ങനെയും വാങ്ങിത്തരാൻ പറ്റുമോ? പൈസ ഉണ്ടെങ്കിൽ വാങ്ങി തന്നെ, കുറച്ചൊക്കെ എന്റെ കയ്യിൽ കാണും, അതുകൊണ്ട് ഞാൻ നിനക്കൊന്ന് വാങ്ങി തരാം. ഏതായാലും എനിക്ക് അതുകൊണ്ട് ജോലിക്കും പോകാലോ. മമ്മി ഏതായാലും മമ്മി എനിക്ക് നല്ല അടിപൊളി സ്കൂട്ടി വാങ്ങി തരുമല്ലോ. സ്കൂട്ടി നിനക്ക് സന്തോഷമായില്ലേ? ഏതായാലും എന്റെ അടുത്തുള്ള പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇനി കുറച്ച് പൈസയേ ഉണ്ടാവുകയുള്ളൂ. ഇതുകൊണ്ട് നീ ജോലിക്കൊക്കെ പോയി നല്ലോണം സമ്പാദിക്കണം കേട്ടോ. ഓക്കെ മമ്മി, അതിനു മുമ്പ് ഞാൻ എൻ്റെ സ്കൂട്ടി കൊണ്ടൊന്ന് നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ. ഏതായാലും പുതിയ സ്കൂട്ടി കിട്ടിയതല്ലേ, കൂട്ടുകാരുടെ മുന്നിലൊന്ന് പോയി കാണിച്ചു കൊടുക്കണം. അവരെ കുറേ ദിവസം എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ഏതായാലും ഈ വഴിയൂടെ പോകുമ്പോൾ കുറേ ക്യാമറ ഉണ്ട് എന്ന് കേട്ടെ. ഏതായാലും നമുക്ക് ഹെൽമെറ്റ് ഇട്ട് സ്പീഡ് കുറച്ച് പോകാം, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. ഫൈനുള്ള ക്യാഷ് അത് എൻ്റെ അടുത്തില്ല. മമ്മി എനിക്ക് പുതിയൊരു വണ്ടി വാങ്ങിത്തരാം, ഒരു കാറോ ബൈക്കോ? എനിക്കൊരു കാർ വാങ്ങിത്തരാം, ഒരു ഫെരാരി. താങ്ക് യു മമ്മി. ഏതായാലും ഒരു ഫെരാരി കൂടി ആയാലും എൻ്റെ കാർ കളക്ഷനിൽ. ഏതായാലും മമ്മി വാങ്ങിക്കൊണ്ടുപോവാ, ഞാൻ കാത്തു നിൽക്കാം. ഇതാ മോനെ നിന്റെ കാർ, ഫെരാരി, ഒരു ചുവപ്പ് കളർ കാറാണ്. അവിടെ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള കാറ്. താങ്ക് യു മമ്മി. ഇനി അടുത്ത പ്രാവശ്യം എനിക്കൊരു സൂപ്ര MK5 കൂടി വാങ്ങി തരാമോ? താങ്ക് യു മമ്മി, നിങ്ങൾ എൻ്റെ മുത്താണ്. ഏതായാലും ഞാൻ പുറത്തേക്കൊന്ന് നമ്മുടെ R15 കൊണ്ടൊന്ന് കറങ്ങാൻ പോയിട്ട് വരാം. ഏതായാലും ഇവിടെ ബോറടിച്ച് തുടങ്ങി. ഏതായാലും കാറുകളൊക്കെ ഇവിടെ നിന്നോട്ടെ, നാട്ടുകാരൊക്കെ ഒന്ന് കണ്ടോട്ടെ എൻ്റെ കാറുകളെല്ലാം. ഏതായാലും ഞാൻ എൻ്റെ R15 എടുത്ത് നമ്മുടെ സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവിടെ കിടന്ന് ബോറടിച്ച് തുടങ്ങി. പിന്നെ മമ്മി എനിക്ക് ഫുഡ് കഴിക്കാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 1000 രൂപ അയക്കാമോ? ശരി മമ്മി, ഏതായാലും ഞാൻ നമ്മുടെ സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ പോയി. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. എല്ലാം കഴിച്ച് സിറ്റൊക്കെ കറങ്ങില്ല, അപ്പോൾ ഫുഡൊക്കെ അടിക്കാം. പിന്നെ കഴിച്ച് ഇതിവിടെ പോകുമ്പോൾ നമ്മുടെ സ്പീഡ് ക്യാമറ ഉണ്ടെന്ന് കേട്ട്, അതൊന്നും കുഴപ്പമില്ല കൈസ്. ഹെൽമെറ്റൊന്നും ഞാൻ ഇടില്ല, ഫൈന് വരികയാണെങ്കിൽ വരട്ടെ, നമുക്കതൊന്നും വിഷയമല്ല കൈസ്. ഞാൻ ഏതായാലും പറപ്പിച്ചു പോകും. സ്പീഡ് ക്യാമറ ഒന്നും നമുക്കൊരു സീനല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും മാറി നിന്നോളി, ഞാൻ എൻ്റെ R15 കൊണ്ട് പറപ്പിക്കുകയാണ് ഗൈസ്. മുന്നിൽ ഒരു വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല. അയ്യോ ഗൈസ്, എൻ്റെ തല പോയി ഗൈസ്.